ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 5ാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാം ആണ്. 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി മോഡൽ എക്സാം ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക, ശേഷം മാത്രം തന്നിരിക്കുന്ന ആൻസർ കീ അതായത് ഉത്തരങ്ങൾ നോക്കുക. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് രംഗ് ബറായയാണ്. നാം ലിഖേം, അതായത് കളർ കൊടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ പേര് എഴുതണം. ആദ്യം നമുക്കൊരു ബട്ടർഫ്ലൈ ഉണ്ട്, ദെൻ ഒരു ഫ്ലവറിന്റെ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ബേർഡാണ്, പിന്നെ മേഘങ്ങളാണ് കേട്ടോ. ഇത്രയാണ് 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ കളർ കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് പേരുകൾ എഴുതണം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി പൂരാ കരയാണ്. നമുക്കൊരു വീടിൻ്റെ, അതുപോലെ തന്നെ ഒരു പക്ഷിക്കൂട്, ഒരു കൊക്ക്. അപ്പം ഇതിൻ്റെ ഹിന്ദി വേർഡുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ആക്ടിവിറ്റി 3 ചിത്ര കെ സ്ഥാൻ പർ ശബ്ദ ലിഖേം വാക്യ പഠയും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസിൻ്റെ ഇവിടെയൊക്കെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ആ ചിത്രങ്ങളുടെ അവിടെയൊക്കെ അതിൻ്റെ പേരുകൾ നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് നമ്മുടെ വർക്ക് ഇതിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഏഹ് നീതു കാ ഡാഷ് ഹേ, പേട് പർ ഡാഷ് ഹേ, ഘർ കെ പാസ് ഡാഷ് ഹേ, ആസ്മാൻ മേ ഡാഷ് ഹേ. നിങ്ങൾക്ക് അറിയാം, ഇതൊരു വീടിൻ്റെ ചിത്രം, ഇതൊരു പക്ഷി, ഇതൊരു മരം, സൂര്യൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഹിന്ദി വാക്കുകൾ ഇവിടെ കൊടുത്താൽ ഇതിൻ്റെ ഉത്തരമായി, ആൻസറായി. അടുത്ത ആക്ടിവിറ്റി 4 കവിത പഠേം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की, कलियां प्यारी प्यारी महकी, कलियां क्यारी क्यारी महकी, कलियां इतनी सारी महकी, पूरा करे. അപ്പം നമുക്ക് ഈ പോയട്രിയിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ് ഈ 5 എണ്ണം. പക്ഷെ ഇതിൻ്റെ റൈറ്റ് ആയിട്ട് ഈ ഡാഷിൽ എന്ത് ഫില്ല് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എഴുതണം. 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടുത്തെ ആൻസർ കേട്ടോ. അപ്പോൾ അത് ഫില്ല് ചെയ്യുക. അടുത്തതും ഒരു കവിത തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സുബഹ് സുബഹ് വർഷായി, ഡണ്ടി ഡണ്ടി ഹവാ ബഹി, ക്യാരി ക്യാരി കലിയാം ഗിലി, പ്യാരി പ്യാരി ചിടിയ ഗായി, സമാൻ ധ്വനി വാലെ ശബ്ദവും ചുൻകർ ലിഖേ എന്നാണ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരേപോലെ വരുന്നത് ഡണ്ടി ഡണ്ടി, ഇതുപോലെ വരുന്ന വേർഡ്സ്, ഒരേപോലത്തെ വരുന്ന ഇത് ഇതിൽ നിന്ന്, ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ഒരു ബേർഡിൻ്റെ ചിത്രമാണ്. ഈ കിസ്ക ചിത്ര ഹേ എന്ന് നിങ്ങൾ എഴുതണം. ഇത് ആരുടെ ചിത്രമാണ്? ബാദൽ, ചിടിയ, മച്ചലി, ഫൂൽ. ഇതിൽ ആരാണ് ഈ കാണുന്നത് എന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി ചിത്ര ദേഖേ ഓർ പ്രശ്നോം കി ഉത്തർ ലിഖേ. ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതണം. കുത്ത കഹാ ഹേ, കുത്ത ഡാഷ് തന്നിട്ടുണ്ട്. പൗധേ മേ ക്യാ ഹേ, ലഡ്കി കഹാ ഹേ, നദി മേ ക്യാ ഹേ, ചിടിയ കഹാ ഹേ. ഇനി നമുക്ക് ഇത്രയും 7 ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആൻസറുകളൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പതുക്കെ ആൻസറിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്മളവിടെ ബട്ടർഫ്ലൈൻ്റെ, അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ, പിന്നെ ഒരു ബേർഡിൻ്റെ, പിന്നെ മേഘത്തിൻ്റെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിന്ദി നെയിമുകൾ എഴുതണം. കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾ കളർ നിങ്ങൾ കൊടുക്കണം. ഞാൻ കളർ കൊടുത്ത് കാണിക്കുന്നില്ല. ആദ്യത്തെ ബട്ടർഫ്ലൈനെ നമ്മൾ പൂമ്പാറ്റിനെ തിത്തലി എന്നാണ് പറയുക. അടുത്തത് ഫ്ലവറിനെ നമ്മൾ ഫൂൽ എന്ന് പറയും, പക്ഷീനെ ചിടിയ എന്ന് പറയും, മേഘത്തിനെ ബാദൽ എന്ന് പറയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നമുക്ക് അവിടെ ഒരു വീടിൻ്റെ, ഒരു പക്ഷിക്കൂടിൻ്റെ, ഒരു കൊക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൊക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട് കേട്ടോ, ആ പക്ഷിയുടെ കൊക്ക് കേട്ടോ. ഗറാണിത്, ഈ ഗറ വീട്, ഗോസല പക്ഷിക്കൂട്, ജോഞ്ചിറ്റ് ആ ബീക്ക് കേട്ടോ, പക്ഷിയുടെ കൊക്ക്. ആക്ടിവിറ്റി 3 നമുക്ക് അവിടെ ചിത്രങ്ങൾ തന്നിട്ട് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ ആൻസറാണ് യഹ് നീതു കാ ഗർ ഹേ, പേട് പർ ചിടിയ ഹേ. ഗർ പറഞ്ഞ വീട്, ചിടിയ പക്ഷി, ഗർ കെ പാസ് പേട് ഹേ, ഗറിൻ്റെ അടുത്ത്, വീടിൻ്റെ അടുത്ത് ഒരു മരമുണ്ട്. ആസ്മാൻ മേ സൂരജ്, ആകാശത്ത് സൂര്യനുണ്ട്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4 നമുക്ക് ഡാഷ് ഫില്ല് ചെയ്യാനായിരുന്നു. ധൂപ്പാണ് ആദ്യത്തെ, പിന്നെ സുബഹ്, കലിയാം, മഹക്കി, സാരി. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ആ പോയം വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ.
അടുത്ത ആക്ടിവിറ്റി 5 നമുക്ക് ഡണ്ടി ഡണ്ടി എന്ന് അവർ തന്നു. അതുപോലെ സിമിലർ ആയിട്ട് 2 വാക്കുകൾ വരുന്ന ഇതുപോലത്തെ ലൈൻസ് ഏതൊക്കെ വേർഡ്സ് എടുത്ത് എഴുതാൻ മാത്രമേ തന്നത്. സുബ സുബ, ക്യാരി ക്യാരി, പ്യാരി പ്യാരി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി ഏ കിസ്ക ചിത്ര ഹേ. ഒരു പക്ഷിയുടെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ആരുടെ ചിത്രമാണെന്നാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. അതാരാണ്? പക്ഷീനെ ഹിന്ദിയിൽ എന്താ പറയുക? ചിടിയ അല്ലെങ്കിൽ പക്ഷി എന്ന് പറയും കേട്ടോ. ബാദൽ പറഞ്ഞ മേഘമാണ്, ചിടിയ പക്ഷി, മച്ഛലി മീനാണ്, ഫൂൽ ഫ്ലവർ ആണ് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ചിത്ര ദേഖേ और प्रश्नों के उत्तर लिखे. ഈ ചിത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് നമുക്ക് ആദ്യം തന്നത്. കുത്ത കഹാ ഹേ എന്നായിരുന്നു. അപ്പോൾ കുത്ത എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. കുത്ത എവിടെയാണ്? വീടിൻ്റെ പുറത്ത് അല്ലേ. കുത്ത ഘർ കെ ബാഹർ ഹേ. അപ്പോൾ ഈ നായ്ക്കുട്ടി ഡോഗ് വീടിൻ്റെ വെളിയിലാണ്. ഓക്കെ, അടുത്തത് പൗദേമേ ക്യാ ഹേ. അതായത് ഈ ചെടികളിലൊക്കെ എന്താണ്? പൗദേമേ ഫൂൽ ഹേ. ആ പൗതയിലൊക്കെ ചെടികളിലെല്ലാം പൂക്കളാണ്. ഓക്കെ, അടുത്തത് ലഡ്കി കഹാ ഹേ. ഈ ഗേൾ എവിടെയാണ്? പെൺകുട്ടി എവിടെയാണ്? ആൻസർ നോക്കാം. ലഡ്കി ബഗീജെ മേ ഹേ. ലഡ്കി എവിടെയാണ്? പൂന്തോട്ടം. ബഗീജെ പറഞ്ഞ പൂന്തോട്ടം, ഗാർഡൻ ആണ് കേട്ടോ. പെൺകുട്ടി ഗാർഡനിലാണ്. നദി മേ ക്യാ ഹേ. നദി കണ്ടല്ലോ, ഇവിടെ ഒരു നദി ഉണ്ട്. ആ നദിയിൽ ഒരു മീനുണ്ട് കേട്ടോ. അത് ഇതിൽ കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കാണാത്തതാണ്. അപ്പം നദിയിൽ എന്താ ഉള്ളത്? നദി മേ മച്ചലി ഹേ. നദിയിൽ മീൻ. മച്ചലി പറഞ്ഞ ഫിഷാണ്. നദിയിൽ മീനുണ്ട്. അടുത്തത് ചിടിയ കഹാ ഹേ. ഈ ചിടി ആരാണ്? ഇതാ ചിടി എവിടെയാണ് ഇരിക്കുന്നത്? മരക്കൊമ്പിലാണ് അല്ലേ. അപ്പൊ ചിടി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ചിടിയ പേട് പർ ഹേ. അതായത് ബേർഡ് മരത്തിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാത്തിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ആൻസറിലേക്ക് കടക്കുക കേട്ടോ. എല്ലാം ചെയ്തു നോക്കുക. പിന്നെ നമ്മളിതിൽ ആദ്യം ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് ഇതിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ബട്ടർഫ്ലൈക്ക് ഇഷ്ടമുള്ള കളറ്, അതുപോലെ തന്നെ ഫ്ലവറിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ അതുപോലെ പക്ഷിക്ക്, ചിടിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. മേഘത്തിന് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കളർ കൊടുത്തിട്ട് വേണം പേരുകൾ എഴുതണമെങ്കിലാണ് അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഗർ, ഗോസല, ചോഞ്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.